യുവാക്കളെല്ലാം എവിടെയെല്ലാം ഉണ്ട്. എവിടെയാണെന്നറിയോ? ഈ ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയകളിൽ ഓലുണ്ട്. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും കൂടുതൽ ചതികൾ നിറഞ്ഞ ഒരു സോഷ്യൽ മീഡിയയുടെ പേര് ഇൻസ്റ്റഗ്രാം എന്നാണ്. പല അമ്മമാരും പറയണ്ട, എൻ്റെ മോക്ക് 2 ഇൻസ്റ്റ ഉണ്ട്, അതായത് 2 നാശം വരുത്തുന്നുണ്ട് എന്ന്. ഒരു നിലവാരമില്ല. അത് ഉപയോഗിക്കുന്ന നല്ലപോലെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന മേഖല ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ കേരളത്തിലെ അമ്മമാരും അച്ഛന്മാരും എന്തുകൊണ്ടത് ശ്രദ്ധിക്കുന്നില്ല? ഓസ്ട്രേലിയയിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിരോധിക്കണമെന്ന് അവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും നിഷ്പക്ഷപക്ഷവും ഒറ്റക്കെട്ടായി വാദിച്ചപ്പോ ഇന്ത്യയിൽ എന്താ പറഞ്ഞത്? മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഒരു ജനിക്കുമേ സോഷ്യൽ മീഡിയയിൽ തുടരണം എന്നങ്ങളി എന്റെയൊക്കെ ആഗ്രഹം. ലോകത്തെല്ലായിടത്തും നിയന്ത്രണങ്ങളുണ്ട്. ഇനി നിങ്ങൾ കഴിഞ്ഞ യൂറോ കപ്പ് കണ്ടിട്ടുണ്ടോ? യൂറോ കപ്പിൽ 16 വയസ്സുള്ള സ്പെയിനിന് വേണ്ടി കളിച്ച ഒരു ചെക്കനുണ്ട്. അവന്റെ പേര് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു ചെക്കനുണ്ട്, ആ പേര് എനിക്കിപ്പം വരും, എനിക്ക് മലയാളി ആയതുകൊണ്ട് അത് മറന്നുപോയി. ആ 16 വയസ്സുള്ള ചെക്കന് 1000 കോടി ഉറുപ്പ്യാറ്റ അവന് കിട്ടുന്നത് ഒരു കൊല്ലത്തിൽ. 16 വയസ്സുള്ള ചെക്കന് യാമിൽ ഞാൻ തോന്നുന്നു പേര്, യാമിലല്ലേ അല്ലേ? ശരി, നിങ്ങളിതൊന്നും അറിയില്ല. യാമിലിന്റെ വയസ്സ് 16. ആ 16 വയസ്സുകാരായ യാമിൽ യൂറോ കപ്പ് ജർമ്മനിയിൽ നടക്കുമ്പോ ജർമ്മനി അല്ലെങ്കിൽ സ്പെയിന് ജയിക്കുമെന്ന് ആവശ്യത്തിൽ അത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി യാമിൽ ആവേശത്തോടു കൂടി കളിക്കുമ്പോ രാത്രി 9:55 എന്ന് പറഞ്ഞൊരു സമയത്തിൽ യാമിനെ കളിക്കളത്തിൽ നിന്ന് പിൻവലിച്ചു സ്പെയിന്. ലോകം മുഴുവൻ ചർച്ച ചെയ്തു, ആ കോച്ച് എന്ത് പൊട്ടനാണ്, യാമിലിന് 9:55 എന്തിനാണ് പുറത്തേക്ക് എടുത്ത് കളഞ്ഞത്, അവൻ ഇത്രയും നല്ല രീതിയിൽ കളിക്കുന്നില്ല എന്ന് വെച്ച് നിങ്ങളും ഞാനും വലിയ വാശി പിടിച്ചപ്പോ അവിടുത്തെ നിയമങ്ങളെ കുറിച്ച് ബോധമില്ലാതെ പോയി. നിങ്ങൾക്ക് ഈ ജർമ്മനിയിൽ 18 വയസ്സ് തികയാത്ത ഒരു മനുഷ്യജന്മവും രാത്രി 10 മണി കഴിഞ്ഞാൽ ഒരു പൊതുസ്ഥലത്തും കാണാൻ പാടില്ല എന്നർത്ഥ നിയമം. അത് യാമിലായാലും കുമിളായാലും ഭീകരനായാലും ഏത് മനുഷ്യനായാലും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പൊതുസ്ഥലത്ത് രാത്രി 10. അപ്പോൾ ലോകത്തെല്ലാ നല്ല രാജ്യങ്ങളിലും, അതായത് സമാധാനമുള്ള രാജ്യങ്ങളിൽ, കുട്ടികൾ ചിട്ടവട്ടത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങളിലെല്ലാം മക്കളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട്. ഇവിടെയോ 4ാം ക്ലാസ്സുകാരന്റെ വയറ്റിൻ്റെ ഉള്ളുന്ന MDMA അംശം ഇന്നലെ കണ്ടുപിടിച്ചത്. 4ാമത്തെ വയസ്സിലുള്ള ചെക്കന്റെ വയറ്റിൽ നിന്ന് MDMA. ഈ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക്, 4 വയസ്സുള്ള കുട്ടിക്ക് MDMA ആപത്ത് വിട്ടേക്ക്, അത് വിട്ടേക്ക്. 13 വയസ്സുകാരി ഫാനിന്റെ മേലെ കെട്ടിത്തൂങ്ങി മരിക്കാൻ ശ്രമിച്ചല്ലോ കഴിഞ്ഞ ദിവസം. ആ കുട്ടി ഭാഗ്യത്തിന് വേന് പൊട്ടി താഴെ വീണ് മരിച്ചില്ല. ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്തിനാണ് മരിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞെന്താ, എനിക്ക് 2-3 ദിവസം സ്കൂളിൽ ലീവായപ്പോ ആ ഏട്ടൻ തരുന്ന മുട്ടായി കിട്ടിയില്ല. അത് കിട്ടാതായപ്പോ എനിക്കൊരു വെപ്രാളം, മരണപ്പാച്ചല്, ഡ്രസ്സിടാൻ എരിപിരി പാച്ചതുപോലെ തോന്നിയപ്പോഴാണ് എനിക്ക് മരിക്കാൻ തോന്നിയതെന്നാ. മെഡിക്കൽ കോളേജിൽ ഉണ്ട് ആ കുട്ടി, വേണേ പോയി ചെന്ന് നോക്കുങ്ങൾ. 12 വയസ്സുകാരി, കുന്നമംഗലത്തുകാരി. 13 വയസ്സുകാരി കുറ്റ്യാടി ടൗണിൽ 8ാം ക്ലാസ്സിലെ കുട്ടി രാത്രി വൈകുന്നേരമാകുമ്പോൾ ഉടുതുണിയില്ലാതെ കുറ്റ്യാടി ടൗണിലൂടെ പരക്കം പായി നിങ്ങൾക്ക് കാണാം നിലവിളിച്ചുകൊണ്ട്. ആ കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ കുട്ടിയോട് പറഞ്ഞു, എനിക്ക് 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു എരിവിരിച്ചിലാണ്. അടുത്ത വീട്ടിലെ ഏട്ടൻ എനിക്ക് മുട്ടായി കൊണ്ട് തന്നിട്ടില്ല എങ്കിൽ എനിക്ക് ഭ്രാന്താണ്, എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു, മരിക്കാൻ തോന്നുന്നു ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടി റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഉണ്ട്. അപ്പൊ അത്രയേറെ ഭീകരമായ ഒരു നാട്ടില് നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിടാനാണ് തോന്നുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാ കുട്ടി നന്നാവുക? അതുകൊണ്ടാണ് 2ാമത്തെ മനഃശാസ്ത്രം, ഇന്ത്യയിലെ ലോകത്തെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ആളാണ്. ആ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞൊരൊറ്റ വർത്താനം മതി, നിങ്ങളെ കുട്ടികൾ എന്തുകൊണ്ട് അനുസരണ ഇല്ലാത്ത കുട്ടികളാവുന്നു എന്ന് ചോദിച്ചാൽ, എന്റെ കുട്ടി അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കുട്ടി. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞെന്നറിയോ, ആ കുട്ടിക്ക് ഏകദേശം 4 വയസ്സായിട്ടുണ്ടാവില്ല, ഡാൻസ് കളിക്കുന്ന കുട്ടിക്ക് 4 വയസ്സായിട്ടുണ്ടാവില്ലേ? ആ 4 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറ് പരിപൂർണമായും വളർച്ച പൂർണ്ണമാക്കിയ കുട്ടിയാണത്. ആ 4 വയസ്സുകാരി കുട്ടിയുടെ തലച്ചോറിനോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് ആ കുട്ടിയുടെ സ്വഭാവം, അതാണ് ആ കുട്ടിയുടെ സംസ്കാരം, അതാണ് ആ കുട്ടിയുടെ ശീലം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ വീട്ടിലെ 10ാം ക്ലാസ്സുകാരൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഒരു മറുപടി താങ്കൾ, നിങ്ങളെ കുട്ടിയെ 4 വയസ്സ് മുതൽ 6 മണിക്ക് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾ ശീലിപ്പിച്ചില്ല. നിങ്ങളെ 10ാം ക്ലാസ്സിലെത്തിയ പെൺകുട്ടി എന്തുകൊണ്ട് അടുക്കളയിൽ കയറി അമ്മയെ സഹായിക്കാത്തതെന്ന ചോദ്യത്തിന് ആ പെൺകുട്ടി 4 വയസ്സ് മുതൽ അടുക്കളയിൽ കയറി അമ്മേനെ സഹായിച്ചിട്ടില്ല. ശരിയാണോ തെറ്റാണോ?
പെങ്ങളെ കുട്ടി എന്തുകൊണ്ട് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറം വേറൊരു പുസ്തകം വായിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ആ കുട്ടിയുടെ കൈപിടിച്ച് 4-ാമത്തെ വയസ്സ് മുതൽ ലൈബ്രറിയിൽ കൊണ്ടുപോകാൻ അമ്മ വായിക്കുന്നത് ആ കുട്ടി കണ്ടില്ല, അച്ഛൻ വായിക്കുന്നത് ആ കുട്ടി കണ്ടില്ല. അവിടെയാണ് വിഷയം. ആ കുട്ടിയില്ലേ അച്ഛനും അമ്മയും കാണിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സംഗതിയും കാണിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഡാൻസ് ടീച്ചർ നല്ലോണം ഡാൻസ് കാണിച്ചത് കൊണ്ടാണ് ആ കുട്ടി ഡാൻസ് കളിക്കുന്നത്. ഈ ചെക്കൻ ഡാൻസ് കളിക്കാത്തത് ഓനത് കാണിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായില്ല നിങ്ങൾക്ക്? അപ്പൊ സ്വാഭാവികമായും ഈ ചെറിയ കുട്ടിയോട് എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, അതാണ് കുട്ടിയുടെ സ്വഭാവം. അല്ലാണ്ട് പുതിയ പറയുന്ന പോലെ കുട്ടി, എൻ്റെ 4-ാം ക്ലാസ്സിലെ ചെക്കൻ്റെ മലയാളി സയൻസ് സോഷ്യൽ ബുക്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. എൻ്റെ ഭാര്യ പറഞ്ഞു ഓനൊന്നും പഠിക്കുന്നില്ല, നിങ്ങളെ ശ്രദ്ധക്കുറവാണ് ഓൻ പഠിക്കാത്തത്. ഞാനോ എൻ്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഓൻ്റെ ബുക്കിൽ എന്താ എഴുതിയെന്ന് ആവാസ വ്യവസ്ഥയെക്കുറിച്ച് നോക്കി പഠിക്കൂന്ന് എൻ്റെ 4-ാം ക്ലാസ്സിലെ ചെക്കനോട്. ഓൻ ഏടാ നോക്കുവാനാ? ലോകത്തിൽ പറഞ്ഞ സാധനം നമ്മളിങ്ങ് പഠിച്ചോ. പണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അത് നിങ്ങളുടെ ഒരു ബുക്കിലുണ്ടേനു. അപ്പൊ നിങ്ങളും മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പഠിച്ച്, ഞാനും മേരിക്കൊണ്ടൊരു കുഞ്ഞാട് പഠിച്ച്. അപ്പൊ അറിഞ്ഞൂടാത്ത അമ്മമാർക്ക് മേരിക്കൊണ്ടൊരു കുഞ്ഞാട് എന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോഴും നമ്മളെ മനസ്സിൽ അതുണ്ട്. ആവാസ വ്യവസ്ഥ നോക്കി പഠിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുട്ടി പഠിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കുട്ടികളെ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യക്കുട്ടിയായി പോറ്റണമെങ്കിൽ ഇപ്പം പോറ്റണം. എന്റെ ഭാര്യ പറഞ്ഞ പോലെ ഇപ്പം കുട്ടി പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? ഓള് പറഞ്ഞാന്നറിയോ, 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഒറ്റ പിടുത്താവൂലോള്. എനിക്ക് ചിരി വരുന്നെന്നറിയോ? 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ ആരാ കഴുത്ത് പിടിക്കുന്ന അധികം എൻ്റെ മോളെ കൈൻ്റെ ഉള്ളിൽ ഓളെ കഴുത്ത് ശ്വാസം കിട്ടാണ്ട് പടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങളെ മക്കൾ നിങ്ങളെ കൊല്ലാതിരിക്കണമെങ്കിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്ന നല്ലൊരമ്മയും അച്ഛനുമായി നിങ്ങൾ മാറണം. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഈ ടീച്ചർമാർക്ക് കുറച്ച് സ്വാതന്ത്ര്യം അങ്ങ് കൊടുക്കണം. ടീച്ചർ ഇപ്പൊ ഇങ്ങനെയാണ് കുട്ടീനെ. എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ടീച്ചറുണ്ട് 1-ാം ക്ലാസ്സിലെ ടീച്ചറെ, വേറൊന്നും ഞാൻ പറയുന്നില്ല. 1-ാം ക്ലാസ്സിലെ കുട്ടീനെ ടീച്ചർ ഒന്നങ്ങ് കൊടുത്ത്, ടീച്ചറങ്ങ് കൊടുത്തപ്പോൾ ഈ ചെക്കൻ പറയാവൂലോ, ചെക്കനല്ല പെണ്ണ്, ടീച്ചറെ അടിച്ച് ഇനി നിങ്ങൾ എന്നെ അടിച്ചിട്ടുണ്ടെ നാളെ തൊട്ട് ഞാൻ വരൂല്ല, നിങ്ങളെ പോസ്റ്റ് തെറിക്കൂ. ടീച്ചർ അന്നോട്ട് മെഡിക്കൽ ലീവിലാ. ഇതുവരെ ആ പെണ്ണ് സ്കൂളിൽ നിന്ന് പോയാലാ പോലും ടീച്ചർ ഇനി വരൂ. അത് 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഞാൻ വരുന്നത് കൊണ്ടാണ് ടീച്ചറുടെ പോസ്റ്റ് നിൽക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ അതാര് പഠിപ്പിച്ച? ആ കുട്ടീൻ്റെ വീട്ടിൽ നിന്ന് അമ്മ അറിയണ്ട, ഓള് തൊടുക ഇനി പോയിക്കില്ലേ ഓളെ ശമ്പളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് പെണ്ണോട് ഈ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പിന്നെ എങ്ങനെയാ കുട്ടി ഒരാളെ അനുസരിക്കുക? റോൾ മോഡലാവോ എങ്ങനെയാ? അതുകൊണ്ട് ഇന്നു മുതൽ മക്കളെ മുമ്പിൽ അമ്മയും അച്ഛനും അഭിനയിക്കണം. നിങ്ങളെ മക്കൾ നന്നാണോ? ഞാൻ അധികം നിരൂപിക്കും, ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. നിങ്ങളെ മക്കൾ നന്നാണോ? യെസ് ഓർ നോ? അതും വേണം, ഈ നന്നാവും വേണ്ടേ? എങ്കിലും ഒരൊറ്റ പോയിന്റും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി നിങ്ങൾക്ക് നന്നാണോ? നിങ്ങളല്ല. നിങ്ങൾ നന്നാവണമെങ്കിൽ ഒരു പോയിന്റേ ഉള്ളൂ. ഈ നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ കള്ളനല്ലാതെ ജീവിക്കുക. എങ്ങനെ ജീവിക്കാൻ? ഒന്ന് റിപ്പീറ്റ് ചെയ്യ്. എങ്ങനെ ജീവിക്കേണ്ടത്? കള്ളനല്ലാതെ ജീവിക്കുക. നിങ്ങൾ കള്ളന്മാരാണോ? യെസ് ഓർ നോ? മാഷല്ല അല്ലേ? വെരി ഗുഡ്. അല്ല, നിങ്ങൾ കള്ളത്തിയാണോ? നോ. വെരി ഗുഡ്. ഓപ്പറേറ്ററെ നിങ്ങളോ? ഇത്രയും തങ്കപ്പെട്ട ഒരു നാട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരൊറ്റൊരാളും കള്ളനില്ല. ദൈവങ്ങളാട്ടോ നിങ്ങള്. എന്നാലൊരു സ്വകാര്യം ചോദിക്കട്ടെ, ആരാണ് കള്ളൻ? ഹൂ ഈസ് കള്ളൻ? അത് ശരി, അത് പറഞ്ഞൂടാ. അപ്പൊ നിങ്ങൾ ഈ കള്ളൻ എന്ന് പറയുന്നത് ഏത് പ്രായത്തിൽ പഠിക്കേണ്ടിയിരുന്ന്? 4-ാമത്തെ വയസ്സ് മുതൽ. അപ്പൊ നിങ്ങൾക്കേ തിരിഞ്ഞില്ല, പിന്നെ അതിന് തിരിയോ? അപ്പൊ കള്ളൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന വർത്താനം കള്ളൻ അറിയാ, പക്ഷെ വരുന്നില്ല. അതിങ്ങനെ നാവുമേൽ ഇങ്ങനെ ഉടക്കി കിടക്കുക. പോട്ടെ, അത് വിട്ടേക്ക്. നിങ്ങൾ കള്ളനെ കണ്ടിട്ടുണ്ടോ സർ? നിങ്ങൾ കള്ളനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല പോട്ടെ, കള്ളൻ എങ്ങനെയാ ഉണ്ടാവുക നിങ്ങളെ സങ്കല്പത്തിലെ കള്ളൻ? എടോ ചങ്ങായി, കള്ളൻ എങ്ങനെയാ എന്റെ സങ്കല്പത്തിലെ? കറുത്തുരുണ്ട്, ഉണ്ടക്കണ്ണ്, ആനച്ചെവി, മേത്തെല്ലാം വെളിച്ചെണ്ണയെല്ലാം പെരട്ടി, ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ കള്ളൻ, അല്ലേ? പക്ഷെ അതും വിട്ടേക്ക്. നിങ്ങളോട് അതും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കള്ളനെ കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ? നിങ്ങളെ വീട്ടിലൊരു കള്ളൻ രാത്രി വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്ന മറുപടി എന്നാ അറിയോ? നിങ്ങൾ പറയാത്തൊന്നും നോക്കണ്ട, നിങ്ങളെ മനസ്സിൽ കുറെ മറുപടി ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന അറിയാം, ചാക്കിട്ട് മൂടി ഒലക്കോണ്ടടിക്കും, കുറച്ചാൾ നിലവിളിക്കും, കുറച്ചാൾ എന്ത് ചെയ്യും? കള്ളന്റെ വയ്യന്നോടും,
കുറച്ചാള് പോലീസ് നമ്പറിൽ വിളിച്ചിട്ട് കള്ളനെ പിടിപ്പിക്കും. ശരിയാണോ തെറ്റാണോ? നിങ്ങളെല്ലാം വിചാരം അങ്ങനല്ലേ? പക്ഷേ 21-2 കൊല്ലം പോലീസിൽ ജോലി ചെയ്ത ഞാൻ 40 കള്ളം കാര്യ വീട്ടിൽ പോയിനി. 40 കള്ളം കാര്യ വീട്ടിൽ ഞാൻ പോയപ്പോ 22 വീട്ടുകാരെ കള്ളനെ കണ്ടിട്ടുള്ളൂ. പാണ്ട് വീട്ടുകാർ കള്ളനെ കണ്ടിക്കില്ല. ഓല് പറഞ്ഞു ഒരുത്തൻ കൊണ്ടോയിനി, ഓന്റെ പേര് കള്ളൻ എന്നാ. നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ല, പോയിന്. അത് പോയിന്. അപ്പൊ കൊണ്ടുപോയവനാണ് കള്ളൻ എന്ന പോലെ വാദം. 22 വീട്ടുകാർ കള്ളനെ കണ്ടിന്. ആ കള്ളനെ കണ്ട വീട്ടുകാരോട് നമ്മൾ ചോദിച്ച, എല്ലാ വീട്ടുകാരെ നിങ്ങൾക്കൊന്ന് ചാക്കിട്ട് മൂടി ഒലക്കോണ്ട് അടിച്ചൂടായിരുന്ന, നിങ്ങൾക്കൊന്ന് നിലവിളിച്ചൂടായിരുന്ന, നിങ്ങൾക്ക് പോലീസിലൊന്ന് വിളിച്ചൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഈ 22 വീട്ടുകാരും പറഞ്ഞ മറുപടി എന്നാ അറിയോ? അങ്ങനെല്ലാം ഉണ്ടേനും, കൂക്കിയിടണം എന്നുണ്ടേനും, പോലീസിനെ വിളിക്കണം എന്നുണ്ടേനും. പക്ഷെ കള്ളനെ കണ്ടപ്പോ തൊണ്ട ഇറങ്ങിപ്പോയി പോലും. ഇങ്ങനെ അതിൽ 6 വീട്ടുകാർ കള്ളനെ കണ്ടിട്ട് ബോധം കെട്ട് വീണുപോയി പോലും. ഈ ബോധം കെട്ടോനെയും കൊണ്ട് ആസ്പത്രിയിൽ എത്തിച്ചത് കള്ളനാ പോലും. അതുകൊണ്ട് നിങ്ങളെ ഇരുത്തോ നോട്ടോ ഒന്നും കണ്ടിട്ടൊന്നും എനിക്ക് നിങ്ങളോട് ഒരു ഇതുമില്ല. കാരണം നിങ്ങളെ വീട്ടിൽ കള്ളം കാര്യം നിങ്ങൾ ബോധം കെട്ട് പോവുകയുള്ളൂ. അല്ലാണ്ട് ഞാൻ അപ്പാട് പിടിക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. അപ്പൊ നിങ്ങളെ മക്കൾ എങ്ങനെയാ കള്ളനെ പിടിക്കുക? നിങ്ങൾക്ക് കള്ളനെ തിരിഞ്ഞെങ്കിൽ ഈ മക്കൾക്ക് എങ്ങനെയാണ് കള്ളനെ മനസ്സിലാവുക? അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? കള്ളൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഹുയിസ് കള്ളൻ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? അല്ലെങ്കിൽ ഇത് മാഹിയാണോ? ഇത് കേരളാണോ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ, മാഹി ഇന്ത്യയിൽ തന്നെയാണ്, മാഹിയിലായാലും കേരളത്തിലായാലും നിങ്ങൾ എവിടെയായാലും ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിൽ അമ്മമാരുടെ ഓരോ സംശയത്തിനും വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. ഈ നിയമത്തിനനുസരിച്ചിട്ടാണ് നിങ്ങളും ഞാനും നമ്മുടെ മക്കളും വളരേണ്ടുന്നത്. നിയമം എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ ഇന്നും ഉണ്ടാക്കിയൊന്നുമല്ല. വിദഗ്ധരിൽ വിദഗ്ധരായ മനുഷ്യൻ കാലാന്തരങ്ങളായ പഠനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ് നിയമവും അതിന്റെ ശിക്ഷയും. മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ നിയമമുണ്ടല്ലോ ഇന്ത്യയിൽ. ഈ കള്ളിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞൊരു നിയമമുണ്ടല്ലോ ഇന്ത്യയിൽ. നിങ്ങളെ ബൈക്ക്, നിങ്ങളെ പൈസ, നിങ്ങളെ വീട്ടിലുള്ളത്, പക്ഷേ റോഡുമ കൂടി എങ്ങനെ ഓടിക്കണം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് ഇന്ത്യയിൽ. അതിനനുസരിച്ച് ഞങ്ങൾ മൊബൈൽ. ഇനി സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എത്ര നിയമമുണ്ട്. ഭർത്താക്കന്മാർക്ക് ശരിക്കും നിങ്ങൾക്കും ഭർത്താക്കന്മാർക്കും തിരിയായിട്ടാ. ഒരു ഭാര്യ വീട്ടിൽ സ്ഥിരമായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിയമം ഇന്ത്യയിൽ. ആ ഭാര്യനെ അടുക്കളയിൽ പോയിട്ട് ഒന്ന് അടിച്ചാലില്ലേ, ഭർത്താവെ നമ്മൾ ജീവപര്യന്തം ചെയ്യില്ല. അതേസമയം അങ്ങോട്ടല്ല, നാണിയടത്തിനൊന്ന് അടിച്ചായില്ലേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ജാമ്യം കിട്ടും. അപ്പം വീട്ടിലുള്ള ഭാര്യമാർക്ക് സുരക്ഷിതരായിരിക്കണമെന്ന ശക്തമായ നിയമമുള്ള നാടാ ഇന്ത്യ. ഇനി അങ്ങോട്ടോടെ പോയിട്ട് അടിച്ചിട്ട് ജാമ്യം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി അത്രയേറെ ശക്തമായ നിയമം നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. ഈ നിയമം അറിയുന്ന ഒരു അമ്മയും ഇന്നുവരെ കരയേണ്ടി വന്നിട്ടില്ല എന്ന്. ഈ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനത്തെയാണ് നമ്മൾ കുറ്റം എന്ന് പറയുക. കുറ്റം ചെയ്തവന്റെ പേരാണ് കുറ്റവാളി അഥവാ കള്ളൻ. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവനാണ് കള്ളൻ.